നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ ആദ്യത്തെ പകുതിയിൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ വളരെയധികം ചുമതലകൾ വർദ്ധിക്കുവാനും മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ, വേറെ ചിലർക്ക് ഗൃഹത്തിലിരുന്നു കൊണ്ട് ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ആരാധനാലയ ദർശനം മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിലേക്ക് മാറ്റിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ. അല്ലാത്ത പക്ഷം അബദ്ധങ്ങളും അനിഷ്ടങ്ങളും വന്നു ചേരുവാൻ ഇടയുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കും. വാഹനോപയോഗത്തിൽ പ്രത്യേകിച്ചും അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അതിവേഗതയുള്ള യാത്രയും ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൂർവാർജിത സ്വത്തിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനെ പറ്റി കഴിഞ്ഞ 6-7 മാസമായിട്ട് തുടക്കം കുറിച്ചിരുന്നു. അത് ദ്രുതഗതിയിലാക്കുവാൻ വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുവാനും മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ അതൊരു വേഗത്തിൽ പൂർത്തീകരിക്കുക, അതായത് ഒരു പക്ഷേ ജൂൺ മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ആശ്രിതമായിട്ടുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് സ്വന്തമായിട്ട് പണം ഒരു പരിധിയിലധികം മുതൽ മുടക്കാതെ തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ അവസരം ഉണ്ടാകും. പ്രതിരോധ നടപടി എന്നുള്ള നിലയിൽ പ്രകൃതി ജീവന ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും വ്യായാമവും യോഗയൊക്കെ പരിശീലിക്കാൻ അവസരം വന്നു ചേരും. ചർച്ചകൾ, സന്ധി സംഭാഷണം, പരീക്ഷ മുതലായവയിലെല്ലാം തന്നെ പ്രാരംഭത്തിൽ ചില തടസ്സങ്ങൾ അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഗുണകരമാകും വിധത്തിൽ പദ്ധതികൾ സമർപ്പിക്കുവാനും ഒരുപക്ഷെ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയിൽ തന്നെ ആത്മവിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പലപ്പോഴും സഹപ്രവർത്തകർക്കും മേലുദ്യോഗസ്ഥനും പലവിധത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്നതിനാൽ മിക്കവരും ഓഫീസിൽ വന്നു ചേരാത്ത സാഹചര്യങ്ങളെ കൊണ്ട് ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെല്ലാം വർദ്ധിക്കുകയും ഒരുപക്ഷെ ഈ ഒരു മാസം മുഴുവനായിട്ടും ചില ശനി ഞായർ എന്ന ദിവസങ്ങളിൽ, അതായത് അവധി ദിനങ്ങളിൽ പോലും ഒരു വിഹഗ വീക്ഷണം വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. സ്വയംഭരണാധികാരം ലഭിച്ചതിന്റെ ഭാഗമായിട്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാൻ പൂർണ്ണരൂപം സമർപ്പിക്കാൻ അവസരം വന്നു ചേരും. ഇതിൽ നിന്നും ഒരു സ്വീകാര്യത മേലധികാരികളിൽ നിന്നും അഥവാ ഉടമസ്ഥരിൽ നിന്നും വന്നു ചേരുവാനും അവലംബിക്കുവാനുള്ള ഒരു പൂർണ്ണ ഉത്തരവാദിത്വങ്ങൾ മാർച്ച് മാസത്തിൽ വന്നു ചേരുവാനും ഇടയുണ്ട്. ഹ്രസ്വകാല കരാർ ജോലികളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടമുണ്ടാകുന്നത് വഴി ഇനി മുതൽ ദീർഘകാല കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാൻ അവസരമുണ്ടാകും. അതായത് 2026 ജൂലൈക്ക് ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികൾ ഏറ്റെടുക്കുവാനും കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കുവാനിട വരും. പൊതുവേദിയിൽ ആദരണീയ സ്ഥാനം ലഭിക്കുന്നത് വഴി വിനയത്തോടുകൂടി സ്വീകരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. പലപ്പോഴും കുടുംബാംഗങ്ങൾ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥപൂർണമായിട്ടുള്ള ആശയങ്ങൾ അവലംബിച്ചുകൊണ്ടും ഉൾക്കൊണ്ടും കൊണ്ടും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടും എല്ലാ കാര്യങ്ങളിലും ഒരു സ്വീകാര്യ മനോഭാവം തന്നെ അവലംബിക്കാൻ ഇടവരും. അവിചാരിതമായിട്ട് വിദേശ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടവരും. ഒരുപക്ഷെ കുടുംബാംഗങ്ങളെ കൊണ്ടുപോവുക എന്നത് മാസങ്ങൾക്ക് ശേഷമേ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും ഉദ്യോഗസ്ഥലത്ത് നിന്നും ഉള്ള അവസരങ്ങൾ വന്നു ചേരുന്നത് സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. അച്ഛന് അസുഖങ്ങൾ ഉണ്ടാകുവാനിടയുള്ളത് കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുക. മറ്റു ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സമശീതോഷ്ണ രാഷ്ട്രങ്ങളിലേക്ക് മാറി താമസിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ ചിലതെല്ലാം സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ
ആത്മനിർവൃതിക്ക് യോഗം കാണുന്നുണ്ട്. വ്യക്തമായിട്ടുള്ള ദിശാബോധത്തോടുകൂടി കഴിഞ്ഞ 8 മാസമായിട്ട് അനുവർത്തിക്കുന്ന പല കാര്യങ്ങളിലും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും ഇനി അതിനൊരു ധ്രുവീകരണം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ മെയ് മാസം മുതൽ ഒരു കൊല്ലത്തേക്ക് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടിയും സൂക്ഷ്മതയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കാൻ സാധ്യത കാണുന്നതുമുണ്ട്. പലപ്പോഴും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ ജോലിയോടൊപ്പം അനുവർത്തിക്കാൻ അവസരം വന്നു ചേരും. ഏതൊരു കാര്യവും വളരെ ഭക്തി ശ്രദ്ധ പുരസ്സരം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലും ശ്രദ്ധയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിലും എല്ലാ കാര്യം മംഗളകരമാക്കി തീർക്കുവാൻ ആയില്യ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗമുണ്ട്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ സ്വയം നിശ്ചയിച്ച വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്നും ഒരുപക്ഷെ സുതാര്യത കുറവനായിരിക്കാം സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള തീരുമാനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരുപക്ഷെ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളും ഇതിന് ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഫലമുണ്ടാകുമോ എന്ന ഒരു ആശങ്ക ഉണ്ടെങ്കിൽ പോലും കഴിഞ്ഞ 1 വർഷമായിട്ട് കഠിനാധ്വാനം ചെയ്യുന്ന പല കാര്യങ്ങളിലും ഭാവിയിലേക്ക് കഴിഞ്ഞ 2-3 മാസമായിട്ട് ചെറിയൊരു നേട്ടം, അന്വേഷണങ്ങളും അവസരങ്ങളൊക്കെ വന്നു ചേരുന്നുണ്ട്. ഒരു ക്രമാനുഗതമായിട്ടുള്ള പുരോഗതിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ വെളിച്ചത്തിൽ വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശവും സ്വീകരിച്ചുകൊണ്ടും ഒരു ധ്രുവീകരണം എന്ന പാത സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ജൂൺ മാസം മുതൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പല വിധത്തിലുള്ള പദ്ധതികളും ഏറ്റെടുക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ള ഗ്രഹത്തിന് പുറമെ കൂടുതൽ സൗകര്യമുള്ളത് മുറികളിലുള്ളതുമായിട്ടുള്ള ഗ്രഹം വാങ്ങിക്കുവാനായിട്ട് അന്വേഷണം ആരംഭിക്കും. ഒരുപക്ഷെ ഫെബ്രുവരി മാസത്തിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല. മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിലൊക്കെ കണ്ടെത്തുവാനും പ്രാഥമിക സംഖ്യ കൊടുത്ത കരാർ എഴുതുവാനും യോഗമുണ്ട്. വിദേശത്ത് താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള നടപടിക്രമങ്ങളുടെ പ്രാരംഭമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുവാനും സമീപ ഭാവിയിൽ തന്നെ അതിന് അനുമതി ലഭിക്കുവാൻ സാധ്യതയുണ്ടെന്ന ധാരണ അല്ലെങ്കിൽ സൂചന ലഭിച്ചത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് സാരഥ്യസ്ഥാനം വഹിക്കാൻ അവസരം വന്നു ചേരും. വ്യക്തിപ്രഭാവത്താലും സുതാര്യതയുള്ള സമീപനത്താലും കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ വെളിച്ചത്തിലും പല പ്രകാരത്തിലും മാർഗതടസ്സങ്ങളെയും ദുഷ്കീർത്തിയെയും അതിജീവിക്കുവാനും ആത്മവിശ്വാസത്തോടുകൂടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവസരം ഉണ്ടാകും. നിലവിലുള്ള രാഷ്ട്രത്തിൽ അനുദിനം ചെലവിനങ്ങൾ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റൊരു രാഷ്ട്രത്തിലേക്ക് പുനരധിവാസത്തിന് തയ്യാറാകുവാനിടയുണ്ട്. ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് മറ്റു രാജ്യത്തിൽ മറ്റൊരു നല്ലൊരു ജോലി കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് സ്വീകരിക്കുവാനും 6 മാസത്തിന് ശേഷം ജീവിത പങ്കാളിയോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളോടൊപ്പം തന്നെ താമസിക്കാൻ തക്കവണ്ണത്തിന് അതിനനുസൃതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ ഏർപ്പെടുവാനുള്ള അവസരം വന്നു ചേരുമെങ്കിൽ പോലും ചില കാര്യങ്ങളിലെല്ലാം തന്നെ ആത്മവിശ്വാസക്കുറവുള്ളതിനാൽ നിലവിൽ അനുവർത്തിച്ചു വരുന്നതും അനുഭവജ്ഞാനമുള്ളതുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പ്രായോഗിക വിജ്ഞാനവും ആത്മവിശ്വാസവും ശാസ്ത്രീയവശം സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുന്നത് വഴി ഇനി ഹ്രസ്വകാല കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാൻ സാധ്യതയുണ്ട്. വർഷങ്ങൾക്ക് ശേഷം വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും തീർത്തും അവിചാരിതമായിട്ട് ദേവാലയത്തിലെ വിശേഷാവസരങ്ങളിൽ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും ഒരുപക്ഷെ സ്വല്പം സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും യോഗമുണ്ട്. വസ്തുനിഷ്ഠമായി പഠിച്ചു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് പലർക്കും പരീക്ഷയിൽ ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരീക്ഷയിലെല്ലാം തന്നെ
തോൽവി സംഭവിക്കുമോ അല്ലെങ്കിൽ വിജയ സാധ്യതകൾ വിജയ ശതമാനം കുറയുമോ എന്ന ഒരു ശങ്ക ഉള്ളതിനെ കൊണ്ട് വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും പരീക്ഷ കഴിവോളം പ്രത്യേക വഴിപാടുകൾ നടത്തുവാനും ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ആത്മീയ പ്രഭാഷണങ്ങളും ചർച്ചകളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. പുരോഗതിയില്ലാത്ത വ്യാവസായികമായുള്ള മേഖലയിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്രയം നൽകുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാൻ അവസരം വന്നു ചേരും. പലപ്പോഴും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ലളിതമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഫെബ്രുവരി മാസത്തിന്റെ ആദ്യത്തിൽ പകർച്ചവ്യാധിയോ സാംക്രമിക രോഗങ്ങളോ പിടിപെടുവാനും എന്നാൽ അവധി ഇല്ലെങ്കിൽ പോലും ഗൃഹത്തിൽ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണമുള്ള അവസരം ഒരുപക്ഷെ ആദ്യത്തെ 2 ആഴ്ചയിൽ തന്നെ ഇങ്ങനെ വേണ്ടി വരുവാനും സാധ്യതയുണ്ട്. പൊതുവെ ഒരു മനസ്സിന് സമാധാനക്കേട്, എല്ലാ കാര്യങ്ങളിലും ഒരു വിമുഖത ഉണ്ടാകുന്ന ഒരു അവസ്ഥാവിശേഷം ഈ മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ ഉണ്ടാകുവാനിടയുണ്ട്. അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനകളോടുകൂടി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടും വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഏറെക്കുറെ വിജയം കൈവരിക്കുവാൻ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഫെബ്രുവരി മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.